അയ്യോ ഇന്നേ കർമ്മൂസയും ഉണ്ടായിരുന്നേ, വലിയ കർമ്മൂസ. അപ്പം ഞാൻ കുടുംബശ്രീയിലൊന്ന് പോയായിരുന്നു. അപ്പോൾ അവിടെ ആളെത്തിയിട്ടില്ല. തിങ്കളാഴ്ച ദിവസം നമ്മുടെ കുടുംബശ്രീ ഉണ്ടാവല്. അപ്പം ഞാൻ അവിടെ കണ്ടപ്പോഴേ നമുക്കിവിടെ ഇല്ലല്ലോ കർമ്മൂസ. അപ്പോൾ നാളത്തേക്ക് എന്നാൽ കറിക്കാൻ മോരുണ്ട്. അപ്പോൾ നാളെ രാവിലെ മോര് കറിയൊക്കെ ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇനി കുറച്ച് നേരം കടന്നു ഉച്ചയ്ക്ക് വന്നിട്ട് തിരുമ്പൽ കഴിഞ്ഞു. ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട്. അടിച്ചൊരു തുടയ്ക്കാനും പിന്നെ ചോറ് വയ്ക്കണം, ചുക്കവെള്ളം അതൊക്കെ. ചുക്കവെള്ളം ഞാൻ ഗ്യാസിന് കുറച്ച് വെച്ച് പോയതാ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷം കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ. രാജേട്ടൻ്റെ കുഞ്ഞമ്മത്തിയ പറഞ്ഞു, ചെറിയ മത്തില്ലേ, അപ്പം അത് വറുത്താൽ മതി പറഞ്ഞു. കറി വെക്കണ്ട, കറി ഉച്ചക്കത്തെ കറി ഉണ്ട് കുറച്ച്. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ഇതില്ലേ കർമ്മൂസ, ഈ കർമ്മൂസ അല്ലേ, ഇതെടുത്തിട്ട് വെറുതെ പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെയൊക്കെ വയറിന് നല്ലതാ പറഞ്ഞിട്ടേ. അപ്പം ഞാൻ ഈ മത്തിയിട്ട് വറുത്ത് വെച്ച നാളത്തേക്കും കൂടെ ആകുമല്ലോ വെച്ചു. മുളകുപൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട്. പിന്നെ രാജേട്ടൻ അപ്പൂസോട് തറവാട്ടിലേക്ക് പോയിരുന്നു. ഒന്ന് പോയിട്ട് ഇന്നലെയൊന്നും പോയിട്ട് രാജേട്ടൻ വയ്യാണ്ട് പോയിട്ടുണ്ടാവില്ല. പിന്നെ മൊത്തം ഒരു വെയ്യാട്ടോ നമുക്ക്. ഞാൻ ഇങ്ങനെ രാജനോട് പറയട്ടെ, നമ്മുടെ ഓരോ കഷ്ടപ്പാട് വരുമ്പോഴും നമ്മളിങ്ങനെ പറയും ശരിയാവും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയട്ടെ ശരിയാവും. അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനലിനെ തുടങ്ങിയപ്പോൾ അങ്ങനെ അപ്പം എന്നോടിപ്പം ഇന്ന് രാജേട്ടൻ നല്ല സപ്പോർട്ടാണ് കേട്ടോ, അതിനൊക്കെ സപ്പോർട്ടാണ്. പക്ഷേ ഇപ്പം ഇന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞേ എന്തായാലും ലൈവ് ഇടേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറയാം, എവിടെ അതൊന്നും ശരിയാവില്ല നമുക്ക് പറയുന്നുണ്ട്. അപ്പം എന്തേ ചോദിച്ചു ഞാൻ. അപ്പോൾ പറയാം, നമുക്ക് ഈ ഭാഗ്യലത മണ്ടയും കൊണ്ടല്ലേ നമുക്ക് ശരിയാവില്ല. നമ്മൾ അത്രയും ഒരുപാട് കഷ്ടപ്പെടുക ചേട്ടോ, അത്രയും കഷ്ടപ്പാടുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ അതൊന്നും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയല്ലേ. അപ്പം ഈ സങ്കടം കൊണ്ട് പറയാൻ കേട്ടോ രാജേട്ടൻ അങ്ങനെ നമുക്ക് ശരിയാവില്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലാതൊക്കെ ഭാഗ്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള. ഭാഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭാഗ്യമൊന്നുമില്ല കേട്ടോ. അത് രണ്ടാക്കൂന്ന് പറഞ്ഞാൽ മക്കൾക്ക് അടക്കമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഭാഗ്യമില്ലാത്ത കാര്യം പറഞ്ഞു. അസുഖങ്ങൾ, വലിയ അസുഖങ്ങൾ നമുക്ക് തരുന്നില്ല. അതും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞു. പക്ഷെ വിഷമം കൊണ്ട് അത്രയും നല്ലപോലെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട് രാജേട്ടന്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതൊരാൾക്കാർക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ ഓരോ കഷ്ടപ്പാടും കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾക്കത് ഞങ്ങളെ കയ്യിൽ നിന്നേ വിട്ടു പോവുകയാണ്. കുറേ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് കയ്യിൽ നിന്ന് വിട്ടു പോവുക. അപ്പോഴും ഞാൻ നമ്മൾ യൂട്യൂബ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുമല്ലോ വെച്ചാൽ. അങ്ങനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. കുറേ ആൾ പറഞ്ഞു വന്ന് ദൈവം എന്താക്കുമ്പോൾ കുറേ നമ്മൾ ശരിയായി പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം ഇന്ന് തറവാട്ട് കൂടെ ഒന്ന് പോട്ടെ. അപ്പോൾ ഇന്നലെ ഒന്നും പോയിട്ട് നല്ല വയ്യ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഇന്നലെ തറവാട്ടിൽ നിന്ന് അമ്മ തന്നിട്ടത് എന്താ പറയുക, ചുക്കില്ലേ, ചുക്കിൻ്റെ കഷ്ണം എന്താണ് അതിനോട് ഇന്നലെ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞാണ്. മറ്റേ വയറിന് നല്ലതാ പറഞ്ഞിട്ട് ഇതും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ കൂട്ടിയിട്ട് മോര് കാച്ചി വെക്കാൻ പറഞ്ഞു. കാച്ചിയിട്ട് കുടിക്കാൻ ചോറുണ്ണുമ്പോഴൊക്കെ ഇനി അത് കൂട്ടിയിട്ട് കുറച്ച് ദിവസം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കല്ലില്ലേ, വെള്ളാരം കല്ലില്ലേ, ആ കല്ലും കൂടെ വേണമെന്ന് പറഞ്ഞു. ആ കല്ലും കൂടെ നല്ലപോലെ ഇട്ടിട്ട്. പക്ഷേ വെള്ളാരങ്കലൊന്നും കാണാൻ തൊടയിൽ കൂടെ തിരഞ്ഞെടുക്കണം. ഞാൻ പിന്നെ നോക്കിയില്ല. ചില നമ്മളതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും. അവർ വയസ്സായത് പറഞ്ഞിരുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പം കല്ല് നോക്കിയിട്ട് കിട്ടുമോ അറിയില്ല, നോക്കട്ടെ. അപ്പം നീ മീൻ വറുക്കാനുള്ളതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം. എന്നിട്ട് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടേ ആ മോര് കാച്ചി വെക്കണം. ഇന്നും കൂടെ ഡോക്ടറോട് പറഞ്ഞോട്ടെ ഞാൻ വയറിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസം കൂടെ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി എടുക്കേണ്ടിയിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ എൻഡോസ്കോപ്പി എടുത്താലല്ലേ ഉള്ളിലത്തെ കേടറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അതെടുക്കണം. എന്തായാലും ഇതും കൂടെ 2 ദിവസം കൂടെ നോക്കട്ടെ. പക്ഷെ വയറ് വേർക്കൽ മാറിയിട്ടില്ല, വയറ് നല്ല വേർക്കുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്താലേ മോരൊക്കെ ഒന്ന് കാച്ചിയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പം ഞാൻ മീൻ ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് തന്നെ ഇതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോഴേക്കും വെളുത്തുള്ളിയൊക്കെ നേരെയാക്കി വെക്കട്ടെ. പക്ഷെ നമുക്ക് ഓരോ വീഡിയോസ് എടുക്കണമെങ്കിലും നമുക്കതിൽ ഇങ്ങനെ ഓരോ വർത്താനം പറയണമെങ്കിലും നമുക്ക് മനസ്സിലൊരു ഉഷാറ് വേണ്ടേ. അത് സത്യം പറഞ്ഞപ്പോൾ 2-3 ദിവസമായിട്ട് ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഒരു വീട്ടിലേ ഇല്ല. ആ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം മനസ്സിന്. വെച്ചാൽ മക്കൾക്കായാലും അവർ പക്ഷെ അത് പറയണില്ല എന്നേ ഉള്ളൂ. ഞാനും രാജേട്ടൻ അങ്ങനെ പറയും അങ്ങനെ. അപ്പം ഞാനിത് വേഗം ഉണ്ടാക്കി വെക്കട്ടെ.
നാളെ മേടിച്ച മോരാണ്. അന്ന് കുറച്ചെടുത്തു. കുറച്ചൊക്കെ വെക്കാനേ എന്താ പറയുക, നാളെ ഒരു മോരുകറി ഉണ്ടാക്കാനുള്ള വെക്കാം. കർമ്മൂസിനായിട്ട് നാളെ മോരുകറി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. കുറച്ച് മതി അല്ലേ? പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഞാൻ എന്തെയ്തു അറിയോ, നമ്മുടെ ആ ചുക്കിൻ്റെ കഷ്ണല്ലേ, അത് മിക്സർ ജാറിലിട്ടാലും ഒന്നും ആവില്ല. അപ്പം ഞാനിത് അമ്മിയിലിട്ട് കുത്തി ചതച്ചു. പിന്നെ കുരുമുളകും കുറച്ച് മല്ലിയും വെളുത്തുള്ളിയും ജീരകവും. ഇതിലിപ്പോൾ ഇല്ലാത്തൊരു സാധനം എന്താ വെച്ചാൽ മറ്റേ ആ കല്ലില്ലേ, വെള്ളാരം കല്ല് അത്ര വേണ്ടത്. അത് അടുപ്പിലിട്ടിട്ട് ചുവന്ന കളറാക്കിയിട്ട് പഴുപ്പിക്കുക. എന്നിട്ട് അതിൽ പൊടിയൊക്കെ കളഞ്ഞിട്ട് ഈ മോരിലിടുക. അങ്ങനെ എത്ര പറഞ്ഞു നമ്മ. അപ്പം അതൊന്നും വേണ്ട, നമുക്കിത് മതി. ഉണ്ടാവും വേണ്ട, എല്ലാം പൊടിയായിട്ടുണ്ട്. എന്നിട്ടത് വെറും വയറ്റിലൊക്കെ കുടിക്കാനാണ് പറഞ്ഞു കേട്ടോ. അതിൽ അയമോദകം ഉണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്. കുറച്ച് വെള്ളം കൂട്ടാൻ മതി. അയമോദകം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാന്നൊക്കെ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്നൊന്നും അറിയില്ല. അതും വയറിന് നല്ലത് തന്നെയാണല്ലോ. ഇനി ഇതുണ്ടല്ലോ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് വരട്ടെ. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പം തിളക്കട്ടെ കേട്ടോ. വെള്ളം നിറഞ്ഞ് പരിപ്പ് ചെയ്തിട്ട് വരാം. നമ്മുടെ ആ സാധനം റെഡി ആയിട്ടോ. എന്താ പറയുക, കാച്ചി വെച്ചില്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല മണക്കം കേട്ടോ. നല്ല മല്ലിയുടെ ഒക്കെ ഒരു മണം. വയറിനൊക്കെ ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ്. അതിപ്പോൾ അമ്മ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് അറിഞ്ഞത്. തറവാട്ടത്ത് രാജേൻ്റെ അമ്മ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അറിയുന്നത്. ഇപ്പോൾ വിളിച്ചായിരുന്നു, രാജേൻ്റെ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എന്തൊക്കെ ഇട്ടത് ചോദിക്കുന്നോടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ ഇട്ടത്. വെറുതെ കുടിക്കാൻ പറഞ്ഞു, കുറച്ച് കുടിക്കാനും പറഞ്ഞു. വെറും വയറ്റിൽ നല്ല എരിവുണ്ട്. അമ്മ കുടിച്ചോ വെച്ചിട്ടോ. വയറിന് നല്ല, എല്ലാവർക്കും എല്ലാവർക്കും കുടിക്കല്. വേറെ മോശമായിട്ടുള്ള വേറെ ഒന്നും ഇല്ലല്ലോ, ഉലുവയൊന്നും ഇല്ലല്ലോ. മോശമല്ല, ഉലുവയൊക്കെ ആണെങ്കിൽ നമ്മളെ കുട്ടിയെ കൊടുക്കാൻ പറ്റില്ല. അത് കുടിക്കുമ്പോഴേക്ക് ഇവിടെ എരിയ ചൂടാകട്ടെ. വെറും വയറ്റിലൊക്കെ അത് കൂട്ടി കഴിച്ചാൽ നല്ലതാണ്. അപ്പോഴേക്കും ഞാനിപ്പോൾ കർമൂസ അങ്ങനെ മുറിച്ച് വെച്ചു. കർമൂസ അങ്ങനെ മുറിച്ചിട്ട് വെറുതെ ഉപ്പിട്ട് വേവിക്കില്ലേ, അങ്ങനെയൊക്കെ ഇഷ്ടാട്ടോ. ഉപ്പിട്ടിട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോറിലേക്ക് കൂട്ടും. അത് രസമാണ്. ഞാൻ അല്ലാത്ത പിന്നെ അരച്ചതൊന്നും വേണ്ട വെച്ചിട്ടാ. അപ്പം ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ അതവിടെ വെച്ചാൽ വെന്തോളും. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ സാവധാനം വേവട്ടെ. കറി ഞാൻ പറഞ്ഞില്ല, ഉച്ചക്കത്തെ കറി ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് മതി പറഞ്ഞു. രാജയുടെ പറഞ്ഞ് വെക്കൊന്നും വേണ്ടാന്ന്. ഇതങ്ങനെ അടുപ്പത്തേക്ക് കിടന്നാൾ വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീൻ വറക്കാനുള്ളത് ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം വേവാൻ. ഒഴിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിലേ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേവട്ടെ. ഉച്ചയ്ക്ക് ഇന്ന് എന്താണെന്ന് പറയുക, സ്പെഷ്യൽ എന്ന് പറയാൻ നല്ല ഉച്ചക്കത്തെ കറി. അത് കണ്ടോ, ആരും കൊണ്ടില്ല. എനിക്കാണെങ്കിൽ സാമ്പാറാണ് കേട്ടോ. ഇത് രാജേട്ടൻ മാത്രം കുറച്ച് എന്താ കയ്പ്പയ്ക്കൊപ്പേര് ഉണ്ടാക്കിയതാണ്. മറ്റത് ഇവിടെ സാധനം വല്ലാണ്ടൊന്നും ബാക്കിയാവില്ല. എന്ന് വെച്ചാൽ രാജേട്ടൻ പറയും എന്തെങ്കിലും സാധനം ബാക്കിയുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടാണ്. ഞാൻ വയറിന് അല്ലെങ്കിൽ അതൊക്കെ ബാക്കിയൊക്കെ വെച്ചാൽ ഞാൻ തന്നെ ഇത് കഴിക്കുക. നാരങ്ങ അങ്ങനെ ഒരു നാരങ്ങയുടെ പകുതി മീനിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മൂന് ഇതിന് നാരങ്ങകൾ ഉണ്ടാക്കി കൊടുക്കാനേ. അപ്പോഴേക്കും കറിക്കൊന്ന് വേവട്ടെ. ഞാനൊക്കെ ഈ നാരങ്ങകളൊന്നും ഉണ്ടാക്കി കൊടുട്ടെ. ഗ്ലാസ് പറഞ്ഞ് ഇത് വല്ലാണ്ട് നീരില്ല. ചില നാരങ്ങ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ
അറിയാൻ പറ്റും നീര്. എങ്ങനെ വെച്ചാൽ 2-3 നാരങ്ങ ഉണ്ടായിരുന്നു. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് എനിക്ക് ആ വയ്യാണ്ടായ സമയത്തേ അമ്മ എന്ത് ചെയ്തെന്ന് അറിയോ, നീര് കമ്മിയാണത്. അമ്മൂട്ടി എനിക്ക് ക്ഷീണം ഷുഗർ കമ്മിയായിട്ടാണോ ഇനി പ്രഷർ കുറഞ്ഞിട്ടാണോ വെച്ചിട്ടേ അവളെന്ത് ചെയ്തെന്ന് അറിയോ, വെള്ളം ഉണ്ടാക്കി തന്നു എനിക്ക്. അപ്പോൾ നമുക്ക് മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ, വെയ്യാണ്ടൊരു ഭാഗത്ത് കിടക്കുമ്പോൾ മക്കൾ ഉപകാരപ്പെടും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ നോക്കുന്നതുപോലെ നാരങ്ങളുണ്ടായിരുന്നു. അപ്പു പോയാണ് തറവാട്ടിക്ക്. ഉണ്ടാക്കി വെച്ചാൽ അവന് ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചോദിക്കും. അപ്പോൾ അവന് മാത്രം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഏലക്കായ കടലുണ്ട് കേട്ടോ, അന്നപ്പോൾ ഏലക്കായ ഉണ്ടെങ്കിൽ മതിയാവും. ഇത് വെച്ചിട്ട് മാറ്റാം അല്ലേ. സമയം 7 മണിയൊക്കെ ആയി, 7 മണി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, തിരുമ്പലങ്ങനെ ഓരോ പണി. പിന്നെ നമ്മളെ കുറേ വർഷം പാടിയിൽ താമസിച്ചെന്ന് പറഞ്ഞ വാടകയ്ക്ക്, അവിടെ അടുത്ത താത്തമാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഇവിടെ മേലെ മരിച്ചൊരു താത്തയുടെ ഭർത്താവ് അവരെ വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ടോ. പിന്നെ ഞാൻ മറന്നു, മീൻ കൊണ്ടുവന്ന് നേരെ കലക്ക് തന്നു. പിന്നെ നോക്കുമ്പോൾ ചോറ് വയ്ക്കാൻ മറന്നു, കുറച്ച് ചോറ് കമ്മിയുണ്ട്. അപ്പം ഞാനത് അങ്ങനെ അടുപ്പത്തിട്ടുണ്ട്. 7 മണി കഴിഞ്ഞപ്പോൾ 8:30 ഒക്കെ ആകുമ്പോഴേക്കും ആവും. അത് അത്രയും വേവുണ്ട്, 8-9 മണിയൊക്കെ ആവും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നായിരുന്നു. കറികളൊക്കെ റെഡി ആയിട്ട് പിന്നെ ചോറില്ലാത്ത പോലെയോ. അതുണ്ടൊക്കെ ഉണ്ടാ. പിന്നെ വേഗം ഇതൊക്കെ ഒന്നായിട്ട് കാണിക്കാം കേട്ടോ. ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം വഴുകി. ഇതെന്താ കർമൂസ ഞാൻ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ടിച്ചു. അപ്പോൾ വല്ലാണ്ട് അരച്ച കറി കൂട്ടുണ്ടാച്ചിട്ടേ ഇത് കൂട്ടി എല്ലാവർക്കും വയറിന്. പിന്നെ നമ്മുടെ ആ മോര് ആ കാച്ചി വെച്ചതും ഉണ്ട്. മീൻ വറുത്തതൊക്കെ ഇത് കാണുമ്പോൾ അങ്ങനെ കൊതിയാവും. ഒന്നൊക്കെ ഞാൻ കഴിക്കട്ടോ, എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ചോറിനട്ടെ, അപ്പോസിന് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകി, ചോറിൽ കഴിഞ്ഞു പാത്രങ്ങൾ കുറച്ച് കഴുകി വെച്ചു. നാളെ ചായക്കടിക്ക് കേട്ടോ നൂലുപുട്ട് ഉണ്ടാക്കാനുള്ള കൊണ്ടുവന്ന് കുറേ നൂലുപുട്ട് ഉണ്ടാക്കി. പിന്നെ നൂലുപുട്ട് ഉണ്ടാക്കുന്നു നാളെ. അപ്പം ഇനി ഇന്നത്തെ വിശേഷം നിർത്തിയിട്ട് കുറച്ച് വിശേഷങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.